കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 22-ാം തീയതി ആരംഭിച്ച പുഷ്പോത്സവത്തിൻ്റെ 4-ാം ദിവസമാണിന്ന്. ഏകദേശം 500-ലധികം വളരെ പഴക്കമുള്ള ബോൺസായി മരങ്ങൾ ഞങ്ങൾ പരിപാലിക്കുന്നുണ്ട്. കോമ്പിനേഷൻ മഴക്കാടുകളിൽ കാണപ്പെടുന്ന സാധനമാണ് കെട്ടൽ. 1500 രൂപ റേറ്റും വരുന്നത്. ഇത് ജമന്തികളുണ്ട്, ഡാലിയുണ്ട്, ഹൈഡ്രേഞ്ച് ഉണ്ട്, ബാൾസ ഉണ്ട്, അഡേനിയുണ്ട്, പുതിയ വെറൈറ്റി സാധനം അസേലിയ, പിന്നെ അത് അവിടെ കമേലിയുണ്ട്. പിന്നെ അതങ്ങോട്ട് വരി. ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ പോലീസ് മൈതാനത്താണ്. അതായത് ഇവിടെ എല്ലാ വർഷവും നടത്തും പോലെ പുഷ്പോത്സവം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉള്ളിൽ കയറാൻ വേണ്ടി ഒരാൾക്ക് 70 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ 70 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയാൽ ഇവിടെ എന്തൊക്കെ കാണാനുണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കാം, ഉള്ളിൽ കയറിയിട്ട് ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാം. സുഹൃത്തുക്കൾ, ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി ഒരാൾക്ക് 70 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിൽ കയറിയാൽ ആദ്യമായി കാണുന്ന കാഴ്ചയാണിത്. ഇത് കാണുന്നില്ല, ഒരുപാട് പുഷ്പം കൊണ്ട് അതിമനോഹരമായ ഒരു മയിലിനെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് ഇതാ ഡോളിൻ്റെ മുടിക്ക് പകരം നല്ല ഫ്ലവർ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കൂടാതെ തട്ടുകളിലായിട്ട് ഫ്ലവർ ഉണ്ട്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിവിശാലമായ സ്ഥലത്തായിട്ട് ഒരുപാട് പുഷ്പങ്ങളുടെ മായാലോകം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾ ഒരാളിവിടെ വരികയാണെങ്കിൽ എന്തായാലും ഇതിനുള്ളിൽ നിങ്ങൾ പൂക്കളും ചെടികൾ മേടിക്കാണ്ട് തിരിച്ചു പോകില്ല. അത്രയും വിശാലമായിട്ട് ഇവിടെ പല വിധത്തിലുള്ള വൃക്ഷത്തൈകൾ, ചെടികളുടെ തൈകൾ, അങ്ങനെ കറിവേപ്പില, മുരിങ്ങ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഇതിവിടെ ഇത് കച്ചവടം ചെയ്യാൻ വന്ന ആൾക്കാർ അതിനെപ്പറ്റിയൊക്കെ നമ്മളോട് സംസാരിക്കുന്നതും നിങ്ങൾക്ക് ഇതിലൂടെ കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികളും ഇതിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് മേടിച്ചിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇത് ജനുവരി 22-ന് തുടങ്ങിയിട്ട് ഫെബ്രുവരി 3 വരെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഈ പ്രദർശനം ഉണ്ടാവുക. ാണ് അഗ്രി ഹോർട്ടി സൊസൈറ്റി രൂപം കൊള്ളുന്നത്. കഴിഞ്ഞ 56 വർഷമായി അല്പം ഇടവേളകളിൽ പ്രകൃതി ദുരന്തത്തിൻ്റെ, അതോടൊപ്പം പ്രകൃതിക്ഷോഭങ്ങളുടെ, കോവിഡ് മഹാമാരികളുടെ അപൂർവങ്ങളായ ഇടവേളകൾ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ വർഷങ്ങളിലും ജനുവരി ഫെബ്രുവരി മാസങ്ങളായി വസന്ത ഉത്സവം നടത്തുക. ഇത്തവണ വൈവിധ്യപൂർവമായ വ്യത്യസ്ത പരിപാടികളോടാണ് പരിപാടി നടത്തുന്നത്. 13 ദിവസം നടക്കുന്ന പരിപാടി അഗ്രി ഹോർട്ടി മേഖലയിലുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായുള്ള പരിപാടികളോടുകൂടിയാണ് നടത്തപ്പെടുന്നത്. ഏതാണ്ട് 10-12,000 ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള ഡിസ്പ്ലേ ഏരിയയാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ചെടികളും പുഷ്പങ്ങളുമാണ് നമ്മുടെ പുഷ്പോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതോടൊപ്പം വ്യത്യസ്തങ്ങളായിട്ടുള്ള സെമിനാറുകൾ, ചർച്ചാ ക്ലാസ്സുകൾ, പഠന പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായുള്ള കലാപരിപാടികൾ ഇതിൻ്റെ ഭാഗമായി നടക്കുകയാണ്. ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായുള്ള മത്സരങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടക്കുകയാണ്. ഈ
ഈ പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സ്കൂൾ പച്ചക്കറി തോട്ട മത്സരം, സ്കൂൾ പൂന്തോട്ട മത്സരം, പൊതുജനങ്ങൾക്കുള്ള പച്ചക്കറിത്തോട്ട മത്സരം, പൊതുജനങ്ങളുടെ പൂന്തോട്ട മത്സരം തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ ചേർത്ത് നിർത്തുക എന്നതിൻ്റെ ഭാഗമായുള്ള വ്യത്യസ്ത പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു. 26-ാം തീയതി വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ വേണ്ടി പറ്റാത്ത ഭിന്നശേഷി വിഭാഗക്കാരോട് കൂടിച്ചേരൽ, അവരെ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ടുവന്ന് അവരെ പുഷ്പോത്സവം കാണിക്കുക എന്നുള്ളൊരു പരിപാടി ഇതിൻ്റെ ഭാഗമായി നടത്തുകയാണ്. ബഡ്സ് സ്കൂൾ കുട്ടികളുടെ സംഗമം, സർഗസംഗമം ഇതിൻ്റെ ഭാഗമായി നടത്തുകയാണ്. ഭിന്നശേഷി കുട്ടികളുടെ കലാമേള ഇതിൻ്റെ ഭാഗമായി നടത്തുകയാണ്. അതോടൊപ്പം പുതിയ തലമുറയെ കാർഷികാഭിമുഖത്തെ ആക്കുന്നതിന് വേണ്ടിയുള്ള വ്യത്യസ്തമായ പരിപാടികൾ, കുട്ടികളുടെ കുട്ടി കർഷക സംഗമം എന്നുള്ള പരിപാടി ഇതിൻ്റെ ഭാഗമായി നടക്കുകയാണ്. ആ രൂപത്തിൽ വ്യത്യസ്തങ്ങളായുള്ള പരിപാടികളോടുകൂടിയാണ് കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുക, പുഷ്പമേഖലയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വ്യത്യസ്തങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. സമാപനം ഫെബ്രുവരി 3-ാം തീയതി നടക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടത്തപ്പള്ളിയാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറും അതോടൊപ്പം പോലീസ് കമ്മീഷണറും ഈ പരിപാടിയിൽ പങ്കെടുക്കും. മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇത് കാണുന്നില്ല, ഇതേപോലെ അധികം വലിപ്പമില്ലാതെ ചെറിയ തൈകൾ, അത് മാവിൻ്റെ ആയിക്കോട്ടെ പ്ലാവിൻ്റെ ആയിക്കോട്ടെ, അതിൻ്റെ മുകളിലായിട്ട് ചക്കയും മാങ്ങയും ഒക്കെ വിരിഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ മരങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും. എന്തെല്ലാം ഇവിടെ പേരക്കുണ്ട്, ചാമ്പയുണ്ട്, സപ്പോട്ടയുണ്ട്, റംബൂട്ടാനുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ തരം സാധനങ്ങളും ഉണ്ട്. അതല്ലേ, റേറ്റും കാര്യങ്ങളിലോ? റേറ്റും കാര്യങ്ങളും ഓരോരുത്തരും ഓരോ റേറ്റ്. അതല്ലേ. പിന്നെ സ്പെഷ്യലായിട്ടുള്ള നമ്മളിപ്പോൾ നാട്ടിൽ കിട്ടാത്ത ഒരു സാധനം എന്ന് പറഞ്ഞാൽ അവിടെ കെപ്പൽ എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. ഇന്തോനേഷ്യൻ ഐറ്റമാണ്. ഇന്തോനേഷ്യൻ മഴക്കാടുകളിൽ കാണപ്പെടുന്ന സാധനമാണ് കെപ്പൽ. 1500 രൂപ റേറ്റും വരുന്നുണ്ട്. കെപ്പൽ നല്ല മധുരമുള്ള ഇങ്ങനെയൊരു സംഭവമാണ്. പിന്നെ നമ്മുടെ മിൽക്ക് ഫ്രൂട്ട് വളരെ റയർ ആയിട്ടുള്ള സാധനമാണ്. ഇത് അത്യാവശ്യം വലുതാവേ. അതിന് 750 രൂപ റേറ്റ് ഉണ്ട് മിൽക്ക് ഫ്രൂട്ടിന്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പം അത്യാവശ്യമായി കണ്ടുവരുന്ന സാധനങ്ങളാണ് ഒലസപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. അത് നല്ല മധുരമുള്ള എന്താ പഞ്ചസാരപ്പാടെന്നാ പറയാ. ഒരു ഏകദേശം ഒരു കപ്പളങ്ങ സൈസാണുള്ള സാധനം. ഇതിന് 750 രൂപ വരുന്നുണ്ട്. 650 രൂപ. അതെ, ഉണ്ടായിട്ടില്ല അല്ലേ? ഇതിനകത്ത് പൂ വന്ന സാധനം പ്ലാവ് അവിടെ കേട്ടോ, അവിടെ ഉണ്ടാവും. പിന്നെയാണ് മംഗോസ്റ്റൻ വലുതുണ്ട് ചെറുതുണ്ട്. നമ്മൾ ആപ്പിൾ ചമ്പക്ക എന്ന് പറഞ്ഞ ഐറ്റം. അതല്ലേ. പാറപ്രദേശങ്ങളിലും കിണറുകളിലൊക്കെ വളരെ മുരടിച്ച് നിൽക്കുന്ന മരങ്ങളെ നാം ബോൺസായി ആക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. വൈൽഡ് കളക്ഷൻസ് എന്നാണ് പറയുന്നത്. ഒരുപാട് വർഷം പഴക്കമുള്ള ഇത്തരം മരങ്ങൾ നമ്മൾ ഏകദേശം മഴക്കാലം മിഥുന മാസമാണ് ഇതിന് നമുക്ക് പാറപ്രദേശത്തു നിന്നൊക്കെ പറിച്ചെടുക്കാൻ നല്ലത്. അതിനുശേഷം വലിയ പാത്രത്തിൽ 2 വർഷം വളർത്തി പിന്നീട് സാധാരണ നമുക്ക് വിപണിയിൽ കിട്ടുന്ന ബോൺസായി പാത്രങ്ങളിലേക്ക് മാറ്റുന്നതാണ് ഇതിൻ്റെ രീതി. ബോയിൻസെറ്റിയ നല്ല ബുഷായിട്ട് വരുന്ന സാധനമാണ്. പിന്നെ റോസുകൾ, പിന്നെ ബ്ലാക്ക് റോസ്, അത് ചെറിയ റോസ്, ചെമ്പരത്തി, പിന്നെ അത് കളർ മാറുന്ന റോസ്, അപ്പുറത്ത് ഡാലിയ, ഇപ്പുറത്ത് ബിഗോണിയ, ബിഗോണിയ ഐറ്റംസ്. ഇത് ഇൻഡോർ ഐറ്റംസ്.
ഇത് വരെ. ഇത് ബിഗോണിയ ഐറ്റം. ഇത് കലാത്തിയ. ഇത് കലാത്തിയ. പിന്നെ ഇത് ജമന്തി. ഇത് മിക്സഡ് കളർ, ടൈഗർ വെറൈറ്റി എന്ന് പറയും. പിന്നെ ഇതാ വേറെ നല്ല വെറൈറ്റി, യെസ്റ്റർഡേ ടുഡേ ടുമോറോ. ഒരു ചെടിമത്തിൻ്റെ 3 കളറ്. യെസ്റ്റർഡേ ടുഡേ ടുമോറോ. ഒരു ചെടിമത്തിന് എനിക്ക് 3 കളറായിട്ട് വരുന്നത്. ഇത് കഴിഞ്ഞെല്ലാം ഉണ്ടായിരുന്നു, എല്ലാ കൊല്ലം ഉണ്ടാകുന്ന. പിന്നെ ഇത് ജമന്തിയിൽ പെട്ടത് തന്നെ. ഇത് ജെറേനിയം. പിന്നെ ഇത് ഓടുമുല്ല എന്ന് പറയും. ഓടുമുല്ല. ഇത് ഗാർലിക് വൈൻ. ഇത് മെലസ്റ്റോമ. ഇതൊക്കെ നിറയെ പൂവ് നല്ല ബുഷായിട്ട് വരുന്നത്. എല്ലാ സ്ഥലത്തും കാണുന്നതന്നെ. പിന്നെ ഇത് പെട്രിയ. ഇത് വള്ളിയാക്കി വേണ്ടി വള്ളിയാക്കി ഇവിടെ ചെടിയാക്കാം. പിന്നെ അത് ബോഗൻവില്ല. അത് എല്ലായിടത്തും നല്ല ഇതായിട്ടുള്ള. സുഹൃത്തുക്കൾ, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ വാങ്ങിയാലും കണ്ടാലും മതി വരാത്ത ഒരുപാട് ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ്, ചെടികളും വൃക്ഷത്തൈകളും ഒക്കെ ഇതിനുള്ളിലായിട്ടുണ്ട്. പുഷ്പോത്സവത്തിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. നിങ്ങളിത് കയ്യിൽ നിന്ന് അടക്കി ഇവിടെ വന്നാൽ നിങ്ങൾ ഒരു ചെടിയെങ്കിലും മേടിക്കാണ്ട് ഇതിന് ഉടനെ പോവില്ല. അത്രയും ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് കഴിയുന്ന ഇടയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വരിക, എന്തെങ്കിലും സാധനം മേടിച്ചിട്ട് പോവുക. ഓക്കെ.
പിന്നെ നിങ്ങൾക്ക് ചെടി നടാനും മറ്റ് കുക്കിങ്ങിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ചട്ടികളും ഒക്കെ ഇവിടെ മൺപാത്രങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുട്ടികൾക്ക് വേണ്ട കളിപ്പാട്ടങ്ങളൊക്കെ ഈ സ്റ്റാളിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഹാളിൻ്റെ ഉള്ളിലായിട്ട് ഒരുക്കിയിട്ടുണ്ട്.